നമസ്കാരം, ഞാൻ സരിത അനൂപ്. GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 45 കോടി രൂപയുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കും. ലക്ഷ്യമിടുന്നത് 8 ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങൾ. കൂലിയായി നൽകുന്നത് 30 കോടി രൂപയെന്നും അധികൃതർ. പിണ്ടിമന പഞ്ചായത്തിലെ 4 ജംഗ്ഷനിൽ കൂടി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഫണ്ട് ലഭ്യമാക്കിയത് നിയോജക മണ്ഡലത്തിലെ വെളിച്ചം പദ്ധതിയിൽ നിന്ന്. ആന്റണി ജോൺ MLA സ്വിച്ച് ഓൺ നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ നെല്ലിക്കുഴിയിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കൂലി കുടിശ്ശിക നൽകണമെന്നും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ സാമ്പത്തിക വർഷം തൊഴിലുറപ്പ് പദ്ധതിയിൽ 45 കോടി രൂപയുടെ പ്രവൃത്തികൾ നടപ്പാക്കും. 8 ലക്ഷത്തിൽ പരം തൊഴിൽ ദിനങ്ങളാണ് ലക്ഷ്യമിടുന്നത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 ഗ്രാമപഞ്ചായത്തുകളിലായാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ 46 കോടി രൂപയുടെ കർമ്മ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. 8.25 ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങൾ ഉറപ്പാക്കും. 12,000 തൊഴിലാളികൾക്ക് 30 കോടി രൂപ കൂലിയായി ലഭിക്കും. വാർഷിക അവലോകന യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പ്രസിഡന്റ് PAM ബഷീർ അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മന്ത്രീകരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ പ്രദേശങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം മാത്രമേ ഗ്രാമീണ മേഖലയിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ എന്ന തിരിച്ചറിവിലൂടെയാണ് ആ പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ നടപ്പാക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് വലിയ മാറ്റങ്ങൾ ഈ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് യോഗത്തിന്റെ തന്നെ ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ജീവനക്കാർ വളരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BDO CO അമിത, MS മനോജ്, ഫൗസിയ നാസർ, PK മായാമോൾ, CM അലി തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ 4 കൂടി ഹൈമാസ്റ്റ് ലൈറ്റുകൾ പ്രകാശം ചൊരിയും. വെളിച്ചം പദ്ധതിയിൽപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ, കടുക്ക സിറ്റി, കുളങ്ങാട്ടുകുഴി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, മാലിപ്പാറ പള്ളിപ്പടി, അടിയോടി ഓക്സിജൻ ഡൈവേഴ്സിറ്റി പാർക്ക് എന്നിവിടങ്ങളിലാണ് ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഇവയുടെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ MLA നിർവഹിച്ചു. അതാത് കേന്ദ്രങ്ങളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു അധ്യക്ഷത വഹിച്ചു. റഷീദ സലീം, ലിസി ജോസ്, സിബി പോൾ, TK കുമാരി, ജിൻസ് മാത്യു, SM അലിയാർ, ഫാദർ ജോഷി നിരപ്പേൽ, PM മുഹമ്മദ് അലി, ബിജു P നായർ, MM ജോസഫ്, അജിലാൽ മീരാൻ, BK കുഞ്ഞ്, TS സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നിയോജക മണ്ഡലത്തിലെ വെളിച്ചം പദ്ധതിയിൽ നിന്നുമാണ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ഫണ്ട് ലഭ്യമാക്കിയത്. പഞ്ചായത്തിലെ മറ്റ് വിവിധ ജംഗ്ഷനുകളിൽ നേരത്തെ തന്നെ ലൈറ്റുകൾ സ്ഥാപിച്ചിരുന്നു. GTV ന്യൂസ് കോതമംഗലം. തൊഴിലുറപ്പ് തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെല്ലിക്കുഴിയിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. NREG വർക്കേഴ്സ് യൂണിയനാണ് സമരം സംഘടിപ്പിച്ചത്. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, തൊഴിൽ ദിനങ്ങൾ 200 വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം നടത്തിയത്. NREG വർക്കേഴ്സ് യൂണിയൻ സംഘടിപ്പിച്ച സമരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി RM രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പതുക്കെയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാതാക്കുന്നത്. പക്ഷെ അവർക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല. ഈ പദ്ധതി കൊണ്ടുവന്ന CPM-ന്റെ നേതൃത്വത്തിൽ അതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരാളുടെ പേര് പറയാമോ? ഒരു വലിയ പൊട്ടൊക്കെയുള്ള കുത്തിയിട്ട് ഒരു വനിതാ സഖാവ്. ഒന്ന് പറഞ്ഞേ, 100 മാർക്ക് തരേണ്ടതാ. ഞാൻ പറഞ്ഞ 2 പേർക്കുണ്ട് 50-50 വെറ്റുത്തോട്ടം. വൃന്ദാക്കാര സീന എൽദോസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് റഷീദ സലിം, PM അഷ്റഫ്, റംല ഇബ്രാഹിം, C നാസർ, ബിജു മാണി, അരുൺ C ഗോവിന്ദ്, ഷാഹിദ ഷംസുദ്ദീൻ, ബീന ബാലചന്ദ്രൻ, ഷെഹന അനസ്,
NB ജമാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതിക്കായി പച്ചക്കറിത്തോട്ടം സജ്ജമായി. പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികളിൽ ഒരു പങ്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ ദിവസവും ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആശുപത്രി കോമ്പൗണ്ടിൽ പച്ചക്കറിത്തോട്ടം സജ്ജമാക്കിയത്. വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും UAE പ്രവാസി കൂട്ടായ്മയായ ആശ്രയത്തിന്റെയും സഹകരണത്തോടെയാണ് പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയത്. ഭക്ഷണ വിതരണത്തിന് ആവശ്യമായതിൽ വലിയൊരളവ് പച്ചക്കറികളും ഇവിടെ നിന്ന് ലഭ്യമാകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ പറഞ്ഞു. കോതമംഗലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ ഹോസ്പിറ്റൽ പ്രൊജക്റ്റ്. ഇത് മുന്നോട്ട് നയിക്കുന്നത് കോതമംഗലം താലൂക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന സംഘടനയാണ്. അതോടൊപ്പം തന്നെ കോതമംഗലത്തെ വിവിധ NGOകളും സ്കൂളുകളും സന്നദ്ധ സംഘടനകളും വ്യക്തികളെല്ലാം ഈ പദ്ധതിയെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആരംഭിച്ച പച്ചക്കറി തോട്ടമാണിത്. ഇത് ഈ രീതിയിൽ എത്തുന്നതിന് സഹായിച്ചത് വാരപ്പെട്ടി NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SLC അലൂമിനി ബാച്ചും അതുപോലെ UAE ആശ്രയം എന്ന് പറഞ്ഞ പ്രവാസി കൂട്ടായ്മയും ചേർന്നിട്ടാണ്. അവരാണ് ഈ നിലമൊരുക്കുന്നതിനും അതുപോലെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണെന്ന്. നല്ല രീതിയിൽ പച്ചക്കറിത്തോട്ടം വന്നിട്ടുണ്ട്. ഇവിടുത്തെ പച്ചക്കറി നമ്മൾ അടുക്കളയിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള പരിപാലനവും സൊസൈറ്റി ആയിരിക്കും നിർവഹിക്കുക. നമുക്ക് വേണ്ട പച്ചക്കറിയുടെ നല്ലൊരു ശതമാനം ഈ തോട്ടത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പച്ചക്കറിത്തോട്ടത്തിലെ വിളവെടുപ്പിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ ആശാദേവി, സിന്ധു ഗണേശൻ, KA നൌഷാദ്, KV തോമസ്, PR ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എന്നുള്ള ഒരു ചിന്തയുടെ തുടർച്ചയിലാണ് ഇവിടെ വിശപ്പ് രഹിത ആശുപത്രി പദ്ധതി എന്നുള്ള ഒരു ആശയം രൂപപ്പെടുകയും അത് പിന്നീട് വിശാലമായ ഒരു ജനകീയ ഐക്യം ഈ നാടിൻ്റെ എല്ലാ മേഖലയിലുമുള്ള വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഇവിടെ നല്ല നിലയിൽ നമ്മുടെ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ പദ്ധതി മാതൃകാപരമാണ്. ആ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ആശുപത്രിയിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ടായിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ സെന്റർ നമ്മൾ ഈ കൃഷി ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ആ ഒരു ചെറിയ പ്രദേശമാണ്. അപ്പോൾ ഉപയോഗശൂന്യമായി കിടന്ന ആ ഒരു പ്രദേശം എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാമെന്നുള്ള ചിന്തയുടെ തുടർച്ചയിലാണ്. GTV ന്യൂസ് കോതമംഗലം. ഇടവേള. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന്, സ്വപ്നത്തിന് ഒരു സമ്മാനം എന്ന പോലെ ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി ജോഹാൻ ജ്വല്ലേഴ്സ് ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും കൂടുതൽ വിശാലമായ കളക്ഷനുകളോടെ മാറ്റത്തിന്റെ അലകൾ വീശിക്കൊണ്ട് പ്രീമിയം പ്ലാറ്റിനം വെഡിംഗ് റിംഗുകൾ, IGI സർട്ടിഫൈഡ് സോളിറ്റേർ നാച്ചുറൽ ഡയമണ്ട്സ്, ലാബ് ഗ്രോൺ ഡയമണ്ട്സ് കളക്ഷനുകൾ, 22 കാരറ്റ് 916 സ്വർണ്ണത്തോടൊപ്പം 18 കാരറ്റ് 14 കാരറ്റ് ഗോൾഡ് ഓർണമെന്റ്സ്, 92.5 സിൽവറിലും പഞ്ചലോഹത്തിലും തീർത്ത എല്ലാ ആഭരണങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജ്വല്ലറിയായി ജോഹാൻ ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. ദേശീയ അണ്ടർ 20 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിലുള്ള കേരള ടീമിലേക്ക് കോതമംഗലം MA കോളേജിൽ നിന്നുള്ള 2 താരങ്ങളെ തെരഞ്ഞെടുത്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ KE അൽഫാസും KS അക്ഷയും ആണ് സ്വാമി വിവേകാനന്ദ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിൽ ഇടം നേടിയത്. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടൂർണമെന്റിൽ MG യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് ഇവർക്ക് കേരള ടീമിലേക്ക് അവസരം നേടിക്കൊടുത്തത്. അൽഫാസ് നെല്ലിക്കുഴി സ്വദേശിയും അക്ഷയ് എറണാകുളം സ്വദേശിയുമാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളം സ്മാർട്ട് അങ്കണവാടി വ്യാഴാഴ്ച ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം നിർവഹിക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA സിബി അധ്യക്ഷത വഹിക്കും. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് അങ്കണവാടി സ്മാർട്ടാക്കിയത്. കോതമംഗലത്ത് ലോഡ്ജിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി.
കോതമംഗലത്തെ കാവേരി ടൂറിസ്റ്റ് ഹോമിലെ റൂമിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അശമന്നൂർ വായ്ക്കര അറയ്ക്കൽ ബേണറ്റാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ബേണറ്റും അങ്കമാലി മൂക്കന്നൂർ സ്വദേശിനിയായ യുവതിയും ഏതാനും മാസങ്ങളായി ഈ റൂമിൽ താമസിച്ചു വരികയായിരുന്നു. ബുധനാഴ്ച രാവിലെയാണ് ബേണറ്റിന്റെ മരണവിവരം പോലീസ് അറിഞ്ഞത്. ബേണറ്റിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി യുവതി ആംബുലൻസ് വിളിച്ചു വരുത്തിയിരുന്നു. ആംബുലൻസ് ഡ്രൈവറാണ് ബേണറ്റ് മരിച്ചതായി മനസ്സിലാക്കി പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. GTV ന്യൂസ്, കോതമംഗലം. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ചെയർമാൻ KK ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PR ഉണ്ണികൃഷ്ണൻ, എൽദോസ് കീച്ചേരി, MU അഷ്റഫ്, K സതി, എൽദോസ് എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ യാക്കോബായ പള്ളിയിൽ പെരുന്നാൾ ആഘോഷം സമാപിച്ചു. നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദ പള്ളിയിൽ മാർ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാളാണ് ആഘോഷിച്ചത്. വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത കാർമ്മികത്വം വഹിച്ചു. പ്രസംഗം, പ്രദക്ഷിണം എന്നിവയും ഉണ്ടായിരുന്നു. ഇന്ന് കർത്താവ് ചോദിക്കുകയാണ്, കോട്ടപ്പടി ദേവാലയത്തിലെ എല്ലാവരുടെയും മനസ്സാക്ഷിയുടെ ചോദ്യം, ആർ യു റെഡി ടു ഫോളോ മീ? എന്നെ അനുഗമിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്നെ തന്നെ ഉപേക്ഷിക്കും. അന്ത്രയോസും കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനും യോഹന്നാൻ സ്നാപകനിൽ നിന്ന് വിട്ടു. ശിഷ്യന്മാരൊക്കെ തങ്ങളുടെ വലകളെ വിട്ടു, തങ്ങളുടെ പടവുകളെ വിട്ടു, തങ്ങളുടെ അപ്പനമ്മമാരെ വിട്ടു. യേശുവിനോട് ചേർന്ന് എല്ലാം ഉപേക്ഷിച്ചു. യേശുവിനോട് പങ്കിച്ചു. അവൻ ആരുടെ പെരുന്നാൾ ആഘോഷിക്കുന്നതോ അഭിയോഗീസ് സഹദ ദൈവത്തെ പ്രീതിപ്പെടുത്തിയതാണ്. നേർച്ച വിതരണത്തോടു കൂടിയാണ് പെരുന്നാളിന് സമാപനമായത്. വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, ട്രസ്റ്റിമാരായ CM ജോർജ്, TP കുര്യാക്കോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. GTV ന്യൂസ്, കോട്ടപ്പടി. പ്രധാന വാർത്തകൾ വീണ്ടും. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ 45 കോടി രൂപയുടെ പ്രവൃത്തികൾ ഏറ്റെടുക്കും. ലക്ഷ്യമിടുന്നത് 8 ലക്ഷത്തിലധികം തൊഴിൽ ദിനങ്ങൾ. കൂലിയായി നൽകുന്നത് 30 കോടി രൂപയെന്നും അധികൃതർ. പിണ്ടിമന പഞ്ചായത്തിലെ 4 ജംഗ്ഷനിൽ കൂടി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. ഫണ്ട് ലഭ്യമാക്കിയത് നിയോജക മണ്ഡലത്തിലെ വെളിച്ചം പദ്ധതിയിൽ നിന്ന്. ആന്റണി ജോൺ MLA സ്വിച്ച് ഓൺ നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികൾ നെല്ലിക്കുഴിയിൽ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കൂലി കുടിശ്ശിക നൽകണമെന്നും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.